സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്ത്. ആ ആയത്ത് ഒരു ദിവസം ഒരാൾ ഓതിയാൽ അന്നത്തെ ദിവസം അയാൾ മരിക്കുകയില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ടോ? എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ചുരുങ്ങിയത് 3 തവണ ആയത്ത് ഓതിയാൽ മരിക്കുന്നതിന് മുമ്പ് ഹബീബായ തങ്ങളെ കാണാതെ മൗത്താവുകയില്ല. വലിയ സ്ഥാനമുള്ള ആയത്ത്. വലിയ വലിയ മഹാന്മാർ നിസ്കാരങ്ങളുടെ ശേഷം എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റിവെക്കാതെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ആയത്ത് അതാണ് സൂറത്തു തൗബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്ന ഒരു ആയത്ത്. ഏതാണ് ആ ആയത്തെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ പറയുമ്പോ പ്രധാനമായിട്ട് മുത്തുനബിയെ പരിചയപ്പെടുത്തുന്നത് 2 വിശേഷണങ്ങൾ പറഞ്ഞിട്ടാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, മനുഷ്യ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ളൊരു ദൂതനാണ് നിങ്ങളിലേക്ക് വന്നത്. എന്നിട്ട് പറയാണ് ആ ദൂതന്റെ റസൂലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ? അസീസുൻ അലൈഹി മാ അനിതും, അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾക്ക് പ്രയാസമുള്ളത് വല്ലാതെ വിഷമം തോന്നുന്ന നബിയാണ് മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ പ്രയാസം മുത്തുനബിക്ക് പ്രയാസമാണ്, നിങ്ങളുടെ വിഷമം മുത്തുനബിയുടെ വിഷമമാണ്, നിങ്ങളുടെ സങ്കടം മുത്തുനബിയുടെ സങ്കടമാണ്. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരേ ഒരു നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി രണ്ടാമതായ ആയത്തിൽ റസൂലുള്ളാഹിന്റെ മറ്റൊരു വിശേഷണം പഠിപ്പിക്കുകയാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ സുഖത്തിലും നിങ്ങളുടെ സന്തോഷത്തിലും അതീവ താല്പര്യം കാണിക്കുന്ന പ്രവാചകരാണ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്കൊരു നല്ല വീട് കാണുമ്പോ നിങ്ങളെക്കാളും അതിന്റെ പേരിൽ സന്തോഷിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്കൊരു നല്ല വിഷയം ലഭിക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുമ്പോ വല്ലാത്ത സന്തോഷമാണല്ലോ നമുക്ക്. നമ്മുടെ ഭാര്യയ്ക്ക് സന്തോഷമാണ്, മാതാപിതാക്കൾക്ക് സന്തോഷമാണ്. എന്നാൽ അതിലേറെ നമ്മൾക്ക് സന്തോഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഈ മജ്ലിസിൽ വെച്ച് ആവർത്തിച്ച് പറയുമ്പോ ഒരു മടിയും കൂടാതെ ഈ ഐനുന്നൂർ മജ്ലിസിന്റെ കുടുംബങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. എന്നാലേ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് നമുക്ക് നാളെ ചെറിയൊരു പ്രതീക്ഷയോടുകൂടെയെങ്കിലും ചെല്ലാൻ കഴിയൂ. മുത്തുനബിയോട് പറയണം, തങ്ങളെ ഒരമലും എന്റെ കയ്യിലില്ല, ഒരു കാര്യവും എന്റെ കയ്യിലില്ല, ഒരു നിസ്കാരം പോലും ഭൗതികമായ ചിന്തയില്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഒരു റമളാനിൽ പോലും എന്റെ നാവിൽ നിന്നൊരു ഗീബത്ത് വരാതെ ഒരു റമളാൻ കഴിഞ്ഞു പോയിട്ടില്ല. ഒരു തറാവീഹ് പോലും നല്ല നിലയ്ക്ക് ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഒരു ഹജ്ജ് പോലും നല്ല നിലയ്ക്ക് നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ തങ്ങളെ അങ്ങയുടെ പേര് കേട്ടപ്പോൾ ഒരു മടിയും കൂടാതെ ഞാൻ എന്റെ ജീവിതത്തിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.